നോക്ക്, കണ്ണു തുറന്ന് നോക്ക്. തൃശൂൽ, തൃശൂൽ എഴുന്നേൽക്ക് തൃശൂൽ. നീ ആദിശേഷനാണ്, നാഗലോകത്തിന്റെ മഹാരാജാവ്. നിന്റെ മുന്നിൽ ഇവരൊന്നും ആരുമല്ല. എഴുന്നേൽക്ക് തൃശൂൽ. നീ ഇങ്ങനെ നിസ്സഹായനായി കിടന്നാൽ നിന്നെ ഒരിക്കലും എന്നെ രക്ഷിക്കാനാവില്ല തൃശൂൽ. ദയവ് ചെയ്ത് എഴുന്നേൽക്കൂ. നോക്കണം മോനെ, നിന്റെ കണ്ണു തുറന്ന് നോക്ക്. നിന്റെ ഭാര്യയെ ഞാൻ കത്തിക്കാൻ പോവാണ്. തൃശൂൽ, തൃശൂൽ എഴുന്നേൽക്ക് തൃശൂൽ, തൃശൂൽ. കൃഷ്ണ, ഇനിയും എത്ര ദിവസത്തേക്കാണ് ഈ ചികിത്സാവിധി? ഒരുപാട് ആലോചിക്കേണ്ട ദാക്ഷായണി. നാളെ ബ്രഹ്മ മുഹൂർത്തമാകുമ്പോഴേക്കും ഇവന് പഴയ രൂപത്തിലേക്ക് മാറുവാൻ സാധിക്കുന്നതാണ്. എങ്കിൽ അതിനർത്ഥം എന്റെ സ്വപ്ന സാക്ഷാത്കാരം ഇവൻ കാരണം നടപ്പാകും. ഇവനിൽ നിന്ന് നാഗമാണിക്യം എവിടെയാണുള്ളതെന്ന് അറിഞ്ഞിട്ട് നാഗമാണിക്യത്തിന്റെ സമ്പൂർണ്ണ ശക്തിയും എന്റേതാക്കി മാറ്റണം. അയ്യോ കൃഷ്ണേ, വീണ്ടും തുടങ്ങിയല്ലോ നിന്റെ പ്രശ്നം. കൃഷ്ണേ, എനിക്ക് ഏതെങ്കിലും ഒരു ബലിദാനം വേണം. ഇപ്പോ തന്നെ വേണം. നിനക്ക് 3 ദിവസത്തിലൊരിക്കൽ ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങിയാൽ ഏത് യുവതിയെയാണ് ഞാൻ വിളിച്ചുകൊണ്ടുവരിക? ബലി വേണം. ആരുടെയെങ്കിലും രക്തം എന്റെ ദേഹത്ത് കയറിയാൽ മാത്രമേ എനിക്ക് യൗവനം നിലനിർത്താൻ പറ്റുകയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഈ യൗവനം നഷ്ടമാകും. അതോടെ എന്റെ മരണം ഉറപ്പാകും. നാഗമണിക്കെന്ന് വെച്ചാൽ നാഗമണിക്കൻ തന്നെയാ. എന്തൊരു ചന്തം, എന്തൊരു തിളക്കം. നോക്ക്, നല്ല ഭംഗിയാണല്ലേ കാണാൻ. കണ്ടിട്ടും കൊതി തീരുന്നില്ല. ഇതിലൊന്ന് തൊട്ടു നോക്കിയാൽ അതിലും ആനന്ദമായിരിക്കും. തൊട്ടുകഴിഞ്ഞാൽ ചുട്ടുഭസ്മമായി പോകുന്നതാണ്. ജ്വാലമാലിനി തായി, നിങ്ങൾക്കെല്ലാം കാണാനുള്ള ഭാഗ്യം മാത്രമേ തന്നിട്ടുള്ളൂ. തൊടാനുള്ള ഭാഗ്യമില്ല. അത് തൊടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നാഗങ്ങളായിരിക്കണം, അല്ലെങ്കിൽ എന്നെ പോലെ സാധന ചെയ്യുന്നവരായിരിക്കണം. തായി ജ്വാലമാലിനി, വർഷങ്ങളായി ഞാൻ നടത്തിയ മഹാതപസ്സിന് ഫലം നൽകിയതിന് നിനക്ക് ശതകോടി പ്രണാമം. നാഗമാണിക്യം, മോഹമാണിക്യം, നാഗലോകത്തെ മുകുടമാണിക്യം. തായി ജ്വാലമാലിനി, ഇതിലടങ്ങിയിരിക്കുന്ന ഭൂതശക്തികളെ ശാന്തമാക്കി മാറ്റൂ. ഇതിൽ ഞാൻ സ്പർശിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരാപത്തും വരാതെ കാത്തുകൊള്ളുക നീ. ഈ നാഗമാണിക്യം എന്റെ സ്വന്തമാക്കി മാറ്റൂ, എന്റെ സ്വന്തമാക്കി മാറ്റൂ. നാഗമാണിക്യം. നാഗമാണിക്യം, മോഹമാണിക്യം, നാഗലോകത്തെ മുകുടമാണിക്യം. എന്റെ വർഷങ്ങളായുള്ള തപസ്സിന് ഇന്നിതാ ഫലം കണ്ടിരിക്കുന്നു.
ഏ? ആരാണ് ഈ ഗരുഡ രൂപത്തിലുള്ള ശത്രു? എന്റെ കൈവശമാകേണ്ടിയിരുന്ന മാണിക്യം അത് അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്നു. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഒരു കാരണവശാലും ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഓം ജ്വാലമാലിനി തായേ. പോകൂ, അതിനെ കൊന്നുകളഞ്ഞിട്ട് നാഗമാണിക്യത്തെ സംരക്ഷിക്ക. ചെല്ല്. ആരാണ് ഈ ഗരുഡ രൂപി ശത്രു? ആരാണ് നീ? അയ്യോ 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 ശിവാനി 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 ആ പാവികൾ നിന്നെ കത്തിച്ച് കളഞ്ഞല്ലോ ശിവാനി. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ നിന്നെ കൊന്നു കളഞ്ഞല്ലോ. അതറിഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ശിവാനി. അയ്യോ എന്ത് വലിയ തെറ്റാ ഞാൻ ചെയ്ത്. സോറി ശിവാനി, സോറി. എന്നെ സ്നേഹിച്ചു എന്നുള്ള ഒരേ ഒരു കാരണത്താ നിനക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ ശിവാനി. ഞാൻ കാരണമല്ല ഇതെല്ലാം. മറ്റേതോ ഒരു ലോകത്ത് നിന്ന് വന്നിട്ട് എനിക്ക് വേണ്ടി വന്നിട്ട് എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എന്തിനാ നീ പോയത് ശിവാനി? ശിവാനി, നിനക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു ശിവാനി. ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറ. എനിക്ക് നിന്നെ വേണം ശിവാനി, നിന്നെ വേണം. നിന്റെ പുറകെ നടന്ന് നിന്നെ ശല്യപ്പെടുത്തി നിന്നെ വിഷമിപ്പിച്ച് വേദനിപ്പിച്ച് നിന്നെ സ്വന്തമാക്കി എടുത്തവനാ ഞാൻ. അവസാനം നിന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റിയില്ല ശിവാനി. മരണത്തിന് പോലും നമ്മെ ഒരിക്കലും അകറ്റാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് 1000 തവണ അങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെയെല്ലാം സംഭവിച്ചല്ലോ ശിവാനി. എന്നൊരു അവസ്ഥയാണെന്ന് നോക്കി. എന്റെ കൺമുമ്പിൽ വെച്ച് ഇത്രയെല്ലാം കാര്യങ്ങൾ നടന്നിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇവിടേക്ക് ഓടി വന്നത് ശിവാനി. ഇല്ല ശിവാനി, ഇല്ല. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഒരു നിമിഷം പോലും എനിക്ക് ജീവിച്ചിരിക്കാനാവില്ല ശിവാനി. ശിവാനി എന്നെ കൂടി വിളിക്കുക ശിവാനി. എനിക്ക് നിന്റെ അടുത്തേക്ക് തന്നെ വരണം ശിവാനി. പ്ലീസ് എന്നെ ഒന്ന് വിളിക്ക് ശിവാനി. ഇല്ല, വിടില്ല ഞാൻ. നിന്നെ ഈ അവസ്ഥയിലാക്കിയ, നിന്നെ എന്നിൽ നിന്ന് അടർത്തി മാറ്റിയ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാവരെയും ഞാൻ കൊന്നിരിക്കും. വിടില്ല. വേണം.
എനിക്കൊരു യുവതിയുടെ ബലി വേണം. എന്റെ ആയുസ്സിന്, എന്റെ യൗവനത്തിന് രക്തം, മജ്ജ, മാംസം വേണം. ഇവള് മതി. എനിക്കിവള് മതി. വാ, ഇങ്ങ് വന്നേ. എന്താ എന്തുപറ്റി? എന്നെ ഒന്നും ചെയ്യല്ലേ. അവസാനം യൗവനം തിരിച്ചു കിട്ടി. ഇനി 3 ദിവസത്തേക്ക് എനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല. ശരിയായോ കൃഷ്ണേ? ബലി ആരാണ്? ഏതോ ഒരു പെൺകുട്ടി. ഇനിയുള്ള എന്റെ 3 ദിവസത്തെ ജീവിതത്തിന് അവളുടെ ആയുസ് തന്നെ ധാരാളം. 3 ദിവസം കഴിഞ്ഞാൽ ബലി ചെയ്യാനായി മറ്റൊരു ജീവൻ കണ്ടെത്തണം. ഇതുപോലെ ഇനിയും എത്ര നാൾ കൂടി? എന്റെ ഈ പ്രശ്നങ്ങളെല്ലാം തീരുന്നതുവരേക്കും. അങ്ങനെ അങ്ങ് ശരിയാവാൻ നിന്റേത് വെറുമൊരു പ്രശ്നമല്ല, നിന്റെ മരണമാണ്. മരണമല്ല, അതെന്റെ ശാപമാണ്. എന്നെ പിന്തുടരുന്ന ഈ മരണത്തെ തടഞ്ഞു നിർത്തി എന്റെ ആയുസ്സിനെ പിടിച്ചു നിർത്തുന്നതാണ് എന്റെ സാധന. 3 ദിവസത്തിലൊരിക്കൽ ബലി കൊടുത്തുകൊണ്ടിരുന്നാൽ നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ലേ കൃഷ്ണേ? നിന്റെ മേൽ എല്ലാവർക്കും സംശയം തോന്നാൻ ഇടയുണ്ടാവില്ലേ? ഇത് ഇനിയും എത്ര നാളെന്ന് വെച്ചാ? അവനെ കിട്ടുന്ന ദിവസം വരെ. എന്റെ ഈ ശാപം മാറാൻ എനിക്ക് അവനെ കല്യാണം കഴിച്ചേ മതിയാകൂ. അവന്റെ കൂടെ എന്റെ ദാമ്പത്യം തുടങ്ങുക തന്നെ വേണം. അവനെ നേടി കല്യാണം കഴിക്കുക എന്നത് മാത്രമാണ് എന്റെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം. അവനെ കണ്ടുപിടിക്കാൻ സഹായിക്കില്ലേ ദാക്ഷായണി? ഉറപ്പായും എന്റെ സഹായം ഉണ്ടാകും കൃഷ്ണേ. ആദ്യം ദിഗ്വിജയൻ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരണം. അതിനുശേഷം അവൻ വഴി നമുക്ക് നാഗമാണിക്യം കൈക്കലാക്കണം. അതിന്റെ ശക്തിയുണ്ടെങ്കിൽ നീ ഇത്രയും കാലം കാത്തിരുന്നവനെ നിനക്ക് നേടുവാനാകും. ഗുരുക്കളെ, അവൻ രക്ഷപ്പെട്ടു പോയി. അവനെ കണ്ടെത്താനായില്ല. നശിച്ചു, നശിച്ചു. എന്റെ കനവും തപസ്സുമെല്ലാം നശിച്ചു നാമാവശേഷമായി. ഞാൻ വർഷങ്ങളായി നടത്തിയ തപസ് വൃഥാവിലായി പോയിരിക്കുന്നു. ഇത്രയും വർഷങ്ങളായി ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആ നാഗമാണിക്യം ഒരൊറ്റ ക്ഷണം കൊണ്ട് ആ ഗരുഡൻ വന്ന് എന്റെ കയ്യിൽ നിന്ന് അപഹരിച്ചിരിക്കുന്നു. എന്തിന് തായേ, എന്തിന്? അവസാന നിമിഷം എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കിയത് എന്തിന്? എന്റെ പൂജയിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിരുന്നോ? പറയൂ അമ്മേ, പറയൂ. എന്തോ ഒരു തടസ്സം കാണുന്നു ഞാൻ. അതെന്താണെന്ന് മനസ്സിലാക്കി ആ തടസ്സം തട്ടിമാറ്റി നാഗമാണിക്യം സ്വന്തമാക്കും ഞാൻ. ആശീർവാദം നൽകൂ തായേ, എനിക്ക് നീ ആശീർവാദം നൽകൂ. ഭൂപതി, ഇനി കുറച്ചു നാളുകൾക്ക് നീ ആരുടെയും കണ്ണിൽ പെടാതിരിക്കും. എന്താണ് ഗുരുക്കളെ? ദിഗ്വിജയന്റെ മകനിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ നിന്നെ മനസ്സിലാക്കിയില്ലേ? ഞാൻ പറയുന്നതനുസരിക്ക് രാവിലെ തന്നെ എന്നെ വന്ന് കാണ്. കിട്ടിയോ? ഇല്ല. ഛേ, എന്തൊക്കെ സ്വപ്നം കണ്ടെന്നോ? എല്ലാം വെറുതെ. വരൂ. നോക്കടാ, നല്ലിട്ട് നോക്കടാ. ആരാത്? അങ്ങോട്ട് പോ.
ആരത്? 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 ആരതി? നീ ഇവിടെ നിന്ന് എന്താണ് ചെയ്യുന്നേ? പോടാ, പോടാ എന്റെ കൂടെ. ആരാ നീ? വേണ്ട വേണ്ട, പറയരുത്. വേണ്ട. നീയാ? തൃശ്ശൂർ, എന്നെ ഒന്നും ചെയ്യരുത്. വേണ്ട. ഞാനും അതന്നെ കെഞ്ചിക്കൊണ്ടിരുന്നെ. ശിവാനി ഒന്നും ചെയ്യില്ലെന്ന് നിന്നോട് ഞാൻ കെഞ്ചി പറഞ്ഞതാ. എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ശിവാനിയെ നീ എന്താടാ ചെയ്തേ? അവളെ നീ കത്തിക്കരിച്ചില്ലേ? എന്നെ ഒന്നും ചെയ്യല്ലേ. വേണ്ട വേണ്ട തൃശ്ശൂർ. ശിവാനിയെ നീ എന്തിനാ കൊന്നത്? അവൾ നിന്നെ എന്താടാ ചെയ്തേ? പറയേ. ഇല്ല, പറയില്ലേ? എടാ, അവളെ എന്തിനാ നീ കൊന്നത്? ഞാൻ പറയില്ല. പറഞ്ഞാൽ അവരെന്നെ കൊല്ലും. പറയാതിരുന്നാ നിന്നെ കൊല്ലുന്നത് പിന്നെ ഞാനായിരിക്കും. പറയേ. ഇല്ല ഇല്ല ഇല്ല, പറയില്ല. ഞാൻ പറയില്ല. നോക്കൂടെ, ഇതെന്നെ മൂർച്ച കണ്ടില്ലേ? ഇതുകൊണ്ട് കുത്തിയാ നീ ചത്തുപോകൂടാ. സത്യം പറഞ്ഞാൽ നിനക്ക് ജീവിച്ചിരിക്കാം, ഇല്ലെങ്കിൽ നിന്റെ മരണമായിരിക്കും. പറയടാ. മരിക്കരുത്, നീ മരിക്കരുത്. ശിവാനി എന്തിനെ കൊന്നെന്ന് പറയടാ. നീ പറയാ. ആരുടെ വാക്കുകളുടെ ശിവാനി നീ കൊല്ലാനൊരുങ്ങിയ? പറയ്. ശിവാനി! കൃഷ്ണേ, ഇതാ ബ്രഹ്മമുഹൂർത്തമായിരിക്കുന്നു. ഇവന്റെ കെട്ടഴിച്ചു മാറ്റുവാനുള്ള സമയമായിരിക്കുന്നു. ദിഗ്വിജയന്റെ ദേഹം പഴയ രൂപത്തിൽ എത്തിയിട്ടുണ്ടാകുമോ കൃഷ്ണേ? ഉറപ്പായും എത്തിയിട്ടുണ്ടാവും. ചികിത്സ നടന്ന സമയത്ത് തന്റെ രൂപം എങ്ങനെയായിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, ആ രൂപം അവൻ ഉറപ്പായും സ്വീകരിച്ചിട്ടുണ്ടാവും. അതാണ് മഹാകായകൽപ ചികിത്സയുടെ മഹത്വം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവന്റെ ദേഹത്തെ കെട്ടുകൾ അനാവരണം ചെയ്യുവാനുള്ള സമയമായി. എന്താണിത് കൃഷ്ണേ? നമ്മുടെ ഇത്ര ദിവസത്തെ പ്രയത്നം വ്യർത്ഥമായി പോയോ? ചികിത്സയുടെ സമയത്ത് ഇവനോട് നമ്മൾ പറഞ്ഞതെല്ലാം മറന്ന് അവൻ മറ്റെന്തോ ചിന്തയിൽ മുഴുകിയിരുന്നത് കൊണ്ടാണ് ഇപ്പോഴും ഇവൻ ഈ വികൃത രൂപത്തിൽ തന്നെ ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യും?